ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2206. ഇന്ന് ജനുവരി മാസം 14-ാം തീയതി. തീർത്ഥാടനത്തിന് പോകാൻ ആശ്രമത്തിലെ ശിഷ്യന്മാർ ഗുരുവിനോട് അനുവാദം ചോദിച്ചു. അനുവദിച്ചുകൊണ്ട് ഗുരു അവരുടെ കയ്യിൽ ഒരു പാവയ്ക്ക കൊടുത്തിട്ട്, എവിടെ പോയാലും ഇത് സൂക്ഷിക്കണം, മടങ്ങി വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സന്ദർശനമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന ഗുരു അവരോട് നിങ്ങളുടെ മനസ്സ് ശാന്തമായോ എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ തലയാട്ടി. ഉച്ചഭക്ഷണത്തിന് ആ പാവയ്ക്ക പാകം ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഗുരു അവരോട് പറഞ്ഞു, ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടും പാവയ്ക്കയുടെ കയ്പ് മാറിയില്ലല്ലോ. അത് കേട്ട് ശിഷ്യന്മാർ ആദ്യം ഒന്ന് പകച്ചുപോയി. എന്നാൽ അതിലൊരാൾ പറഞ്ഞു, അത് പാവയ്ക്കായുടെ സ്വഭാവത്തിലെ കയ്പല്ലേ, അതങ്ങനെ മാറുന്നേ, അതും തീർത്ഥാടനം കൊണ്ട്. അപ്പോൾ ഗുരു പറയുകയാണ്, നമ്മുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അടിത്തറ നന്നാക്കാതെ അലങ്കാരം മാത്രം നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. മോടി പിടിപ്പിക്കൽ എളുപ്പമുള്ള പണിയാണ്. അതും പ്രദർശന സാധ്യതയുള്ള ഇടങ്ങൾ മാത്രം ഇത്തിരി ഭംഗിയാക്കിയാൽ മതി. താൽക്കാലിക മിനുക്കുപണികൾക്കൊന്നും അധികകാലം ആയുസുണ്ടാവില്ല. നിരീക്ഷണ ക്യാമറയുള്ള സ്ഥലത്തും അതില്ലാത്ത സ്ഥലത്തും ഒരുപോലെ പെരുമാറാൻ കഴിയുമോ എന്നുള്ളതാണ്. കാഴ്ചപ്പാട് മാറാതെ എങ്ങനെയാണ് കാഴ്ച മാറുക? മനോഭാവം മാറാതെ സ്വഭാവം മാറില്ല. മാനസാന്തരം സംഭവിക്കാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ഏറ്റവും വിശുദ്ധമായ തീർത്ഥാടനം സ്വന്തം ഉള്ളിലേക്ക് ഒരാൾ നടത്തുന്നതാണ്. അവിടെ മികവിന്റെയും കഴിവിന്റെയും സൽഗുണങ്ങളുടെയും ഉറവയുണ്ടാകും. അവയെ കൂടുതൽ പ്രകാശിപ്പിക്കണം, പ്രവർത്തിപ്പിക്കണം. യോഹന്നാൻ സ്നാപകൻ പറയുന്നില്ലേ, കർത്താവിനായി വഴിയൊരുക്കുവാനെത്തിയ അയാൾ തനിക്ക് ചുറ്റും വന്നുകൂടിയവരോട് ഉറക്കെ വിളിച്ചു പറയുന്ന എന്താണ്? മാനസാന്തരപ്പെടുക. മനസ്സിന്റെ മാറ്റമാണത്. ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ ആകേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. ബാഹ്യമായ രൂപത്തിലും ഭാവത്തിലുമുള്ള മാറ്റം എന്നതിലുപരി ചിന്തകളിലും കാഴ്ചപ്പാടിലും സമീപനങ്ങളിലുമൊക്കെ കാര്യമായ മാറ്റം വന്നേ മതിയാവും. കർത്താവിന്റെ ജീവിതം നമ്മിലേക്ക് പകർത്തപ്പെടുക എന്നത് തന്നെയാണ്. നമ്മുടെ മാനസാന്തരം വളരെ വേഗം നമ്മൾ സംഭവിക്കേണ്ടതാണ്. യോഹന്നാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തില് യോഹന്നാൻ മാബ്ദാനായുടെ ആ ഉറക്കെയുള്ള വിളിച്ചു പറച്ചില് നമ്മുടെ മനസ്സിൽ മുഴങ്ങട്ടെ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ആമേൻ.